Everyone, so ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെരി ഫസ്റ്റ് ബോഹോ പെയിൻറ്റിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഗോണ ടേക്ക് സോ മച്ച് ഓഫ് ടൈം. ഒരു മാക്സിമം 10 മിനിറ്റ്സ്. നിങ്ങൾ യൂസ്ഡ് ആയി കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇത് വേണ്ടി വരുള്ളൂ. സോ ഞാൻ പറ്റുകയാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഐ വിൽ ഷെയർ വൺ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂഷ്വൽ ലെസൺസും ഉണ്ടാവും. സോ ഇന്ന് ക്വൈറ്റ് ഈസി ആയിട്ടുള്ള ഒരെണ്ണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഒരു കോമ്പസ് ആണ്. നിങ്ങളുടെ കയ്യിൽ കോമ്പസ് ഇല്ലെങ്കിൽ, ദിസ് ഇസ് ദ കോമ്പസ്, യു മൈറ്റ് നോ. എൻ്റെ കയ്യിൽ ഇന്ന് ചെറിയ പെൻസിലില്ല, സോ ഐ എം അഡ്ജസ്റ്റിംഗ് വിത്ത് ദ ബിഗർ പെൻസിൽ. ഇതിൽ ചെറിയ പെൻസിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. നിങ്ങൾക്ക് അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ അതല്ലാതെ കോമ്പസിൻ്റെ ഒരു ലെസൺ സെപ്പറേറ്റ് എടുത്തു തരാം, ആർട്ടിൽ കോമ്പസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ളത് കാര്യങ്ങൾ. ആൻഡ് അതല്ലാന്നുണ്ടെങ്കിൽ എനിത്തിങ് റൗണ്ട്, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിന്നിൻ്റെ ക്യാപ്പ് അങ്ങനെയുള്ളത് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ, വെരി സെൻറ്ററിൽ വി ജസ്റ്റ് ഗോണ ഡ്രോ എ സിമ്പിൾ സർക്കിൾ. ഒരു സർക്കിൾ വരച്ചു. ഇതാണ് നമുക്ക് ആകെ കോമ്പസ് കൊണ്ട് ആവശ്യമുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഫ്രീ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ആദ്യം നമുക്ക് ഔട്ട്ലൈനും കാര്യങ്ങളും ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലോറൽസും ലീവ്സും ഒക്കെ വരയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു എൻഡിലാണ്. ഈ ഒരു എൻഡിൽ നിന്ന് ഇത് ഇങ്ങനെ ഒരു സിക്സാക്ക് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വരച്ചു. ഇവിടെ വരച്ചതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ ഒരു ഹില്ലൊക്കെ നമ്മൾ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഫ്രീ ഹാൻഡിൽ വരണം. പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിങ്ങനെ കണ്ടോ, ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെയാണ്. ആൻഡ് ഇങ്ങനെ. അപ്പം നമുക്കിതിൽ 5 ഫ്രീ ഫ്ലോ ആക്ഷൻസ് ആണ് വരുന്നത്. 1 2 3 4 5 അങ്ങനെ ഒരെണ്ണം മാത്രം നമ്മൾ നല്ലൊരു സർക്കിൾ വരയ്ക്കുന്നു. ഇതാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് നോക്കാം. വെരി സെൻറ്ററിലുള്ളത് ഫില്ല് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസിൻ്റെ വാട്ടർ കളേഴ്സാണ് കേട്ടോ. ഈ ഒരു ബേസിക് വാട്ടർ കളർ സെറ്റില്ലേ, അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഞാനിപ്പോൾ ഗ്രീൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നു, യു ക്യാൻ യൂസ് എനി കളർ ദാറ്റ് യു വാണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇതിന്ന് ഗ്രീൻ എടുക്കുന്നു. ഗ്രീൻ എടുത്തിട്ട് ഈ ഒരു പെൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് വെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാട്ടറിൽ ഇതാക്കാനേ പാടുള്ളൂ. കണ്ടോ, എക്സസ് വാട്ടർ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമുക്ക് വേണ്ട ഗ്രീൻ കളർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു സെൻറ്ററിലെ സർക്കിളിൽ ഈ ഗ്രീന് ഞാൻ കൊടുക്കുക. ആദ്യം ഔട്ട്ലൈൻ എപ്പോഴും ഇട്ട് കൊടുക്കുക. നമ്മൾ വാട്ടർ കളർ പെയിൻറ്റുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ മാക്സിമം ഫസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇൻസൈഡ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടോ അതൊന്ന് നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങനത്തെ ഫ്ലാറ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു റൗണ്ടഡ് ഫ്ലാറ്റ് ബ്രഷ്, ഈ വാട്ടർ കളേഴ്സിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല. നമുക്കിപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്ങിന് നമുക്കിത് മതി. പിന്നെ ഇത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടിയിലത്തെ പേജിലേക്ക് വെള്ളം ആവാതെ നോക്കണം. പറ്റുമെങ്കിൽ അടിയിൽ വല്ല ന്യൂസ് പേപ്പറോ അങ്ങനെ വല്ലതുമൊക്കെ വയ്ക്കുക. എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അടിയിലേക്ക് വെള്ളം ഇറങ്ങില്ല. മാക്സിമം ബ്രഷിൽ വാട്ടർ കണ്ടൻറ്റ് വളരെ കുറച്ച് വേണം എടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ പതുക്കെ സ്ട്രോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഓരോരോ ലെയർ ബൈ ലെയർ ആയിട്ട് അതിനെ പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അത് നമ്മളത് ചെയ്യുന്നില്ല. പകരം ഇങ്ങനെ ഈ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഫിക്സ് ചെയ്ത് കൊണ്ടുവരിക. കളറ് കൊടുത്തിട്ട് കണ്ടോ, ഒരു കംപ്ലീറ്റ് സർക്കിൾ ഓഫ് ഗ്രീനായി. ഞാൻ ഒന്നുകൂടെ വാട്ടറിൽ നന്നായി ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ഇതിൻ്റെ ബോർഡർ ഒന്നുകൂടെ ഫിനിഷ് ഓഫ് ചെയ്ത് കൊടുക്കാനാണ്. കണ്ടില്ലേ,
നമ്മൾ നടുവിലൊരു ലൈറ്റ് ഗ്രീനാണ്. ഇപ്പോൾ ഞാൻ ലൈറ്റ് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. മേ ബി ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡാർക്കറായിട്ട് കാണാൻ സാധ്യതയുണ്ട്, പക്ഷേ ഒരു ലൈറ്റ് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഇത് വാഷ് ചെയ്തെടുത്തു. ഇനി ഞാൻ നെക്സ്റ്റ് എടുക്കുന്ന പിങ്കാണ്. എൻ്റെ ഈ ഒരു ബ്രൈറ്റ് പിങ്കാണ്. ഇതേപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതിന് നിങ്ങൾക്ക് സ്കെച്ചൊക്കെ ആയാലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. സ്കെച്ച്, ബ്രഷ് പെന്ന് അതൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വാട്ടർ കളേഴ്സാണ് കയ്യിലെടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ. യു ക്യാൻ യൂസ് ബ്രഷ് പെൻ. സ്കെച്ച് പെൻ ആണെങ്കിലൊക്കെ ഈവനായിട്ട് എല്ലാവിടെയും കിട്ടണം, അത്രേ ഉള്ളൂ. ബ്രഷ് പെന്ന് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇങ്ങനത്തെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാൻ. നമ്മളിങ്ങനെ പതുക്കെ നല്ലൊരു എമൗണ്ട് ഓഫ് വാട്ടർ വേണം ബ്രഷിൽ. എന്നിട്ട് പെയിൻറ്റിങ്ങിനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഡീസൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ. പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ കറുപുറന്ന് പെയിൻ്റ് അടിക്കരുത്. പിന്നെ പതുക്കെ ഓരോരോ ഏരിയാസായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് പോവാം പതുക്കെ. അപ്പോൾ ഈവനായിട്ട് എല്ലാവിടെയും ഒരേ കളറ് വരും. കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് ആദ്യം വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. വെള്ളം ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ബ്രഷിൽ വെള്ളം മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം, ഇത് കുറച്ച് പേസ്റ്റ് ആയിട്ടല്ലേ പെയിൻറ്റ്, അപ്പോൾ ആ പെയിൻറ്റിന് പിന്നീട് നമ്മൾ അതേ ബ്രഷിലെടുത്തിട്ട് ഞാൻ ആ ഏരിയയിൽ കൊടുത്ത് അവിടെ ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ട് നന്നായി നമുക്ക് സ്മൂത്തായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. വാട്ടർ കളറാണ്, ഉണങ്ങാൻ നമ്മൾ സമയം കൊടുക്കുക തന്നെ വേണം. കൊടുത്തില്ലെങ്കിൽ അത് സ്മഡ്ജ് ആവുക മാത്രമല്ല നെക്സ്റ്റ് പേജിലും ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള പേജിലും എല്ലാം പിടിയും. കണ്ടോ, നമ്മളവിടെ പിങ്ക് കൊടുത്തു അല്ലേ. ഇപ്പോൾ 2 കളറ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാനുള്ള നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ആണ്. അത് ഇത് 3 പാലറ്റിൻ്റെ ഒരു സെറ്റ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ നല്ല ബ്രൈറ്റ് യെല്ലോ എടുത്തിട്ടുണ്ട്. യെല്ലോ എടുത്തതിന് ശേഷം ഞാൻ എക്സസ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ആ ബ്രഷിൽ നിന്ന് കളഞ്ഞു. ഇനി യെല്ലോ ഞാൻ ഇവിടെയും ഈ ഒരു പോയിന്റ് 2 പോയിന്റിലാണ് കൊടുക്കുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഒരു പോയിന്റിൽ യെല്ലോ കൊടുക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത്. ഞാനപ്പോൾ അവിടെ ജസ്റ്റ് വെള്ളം ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കണ്ടോ, ഇതിൽ കളർ പെൻസിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ചും കൂടെ എനിക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ എല്ലാ മോഡിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ വാട്ടർ കളറിലാണ്. ഞാൻ ഭയങ്കര എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ബോഹോ പെയിൻറ്റ് വാട്ടർ കളറിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വാട്ടർ കളർ മീഡിയം പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കും ഇതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ബോഹോ ഒക്കെ ഇപ്പോൾ ഇറങ്ങിയ മോഡേൺ ടൈപ്പ് ഓഫ് ആർട്ടുകളാണ്. അപ്പം അതിൽ ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും നിങ്ങൾ എത്ര എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അപ്പോൾ നമ്മളിവിടെ യെല്ലോ കൊടുത്തു. ഇനി അടുത്ത സെഗ്മെൻറ്റിൽ അടുത്ത പാർട്ടിൽ നമ്മൾ ഒരു യെല്ലോയും കൂടെ കൊടുക്കുന്നത്. നമ്മൾ ഇപ്പുറത്തെ യെല്ലോ കൊടുത്തു. ഇനി അതേ യെല്ലോ തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം വെള്ളം ഒന്ന് ഡാബ് ചെയ്തോടെ ഇരിക്കട്ടെ. ഞാൻ ആ പറഞ്ഞ മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. എസ്പെഷ്യലി ഇത് ഞാൻ 160 GSM പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ ഈ ഒരു സ്ട്രാറ്റജി യൂസ്ഫുള്ളാണ്. ജസ്റ്റ് ഗിവിങ് ആ ഒരു പെയിൻറ്റിന് മുമ്പ് ഒരു റൗണ്ട് ഓഫ് വെള്ളം ഒന്ന് ജസ്റ്റ് കുറച്ച് കേട്ടോ, നിറയെ വെള്ളമൊന്നും എടുക്കല്ലേ. പേപ്പർ അങ്ങനെ വെള്ളത്തിൽ ചീത്തയായിപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ബാക്കിയുള്ളത് സാധാരണ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഈ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് വളരെ ലൈറ്റായിട്ടേ വരയ്ക്കുള്ളൂ.
ഇത്തവണ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി ഡാർക്കായിട്ട് വരച്ചത്. നമ്മൾ അടുത്ത മുതൽ വരയ്ക്കുമ്പോൾ ഈ വരച്ച പോയിൻറ്റുകളില്ലേ പെൻസിൽ കൊണ്ട് വരച്ചത്, അത് വളരെ ലൈറ്റായിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. സോ പതുക്കെ ഞാൻ ഈ പെയിൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, അതെങ്ങനെ കൊടുക്കുന്നത്. വളരെ ലൈറ്റായിട്ടാണ്, അതായത് ആ പേപ്പറിന് അറിയാൻ പാടില്ല നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വളരെ സോഫ്റ്റായിട്ട് വേണം കൊടുക്കാം. രണ്ട് സൈഡിൽ നമ്മൾ യെല്ലോയും കൊടുത്തു. എനിക്കിത് റെക്കോർഡായോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ മുകളിൽ ബ്രൗണും കൂടെ കൊടുക്കുകയാണ്. അതും കൂടെ കൊടുത്തു. ബ്രൗൺ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വീഡിയോയിൽ, എന്തോ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം. പക്ഷെ നിങ്ങൾ ആസ് യൂഷ്വൽ ഇതുപോലെ ബ്രൗൺ കൊടുത്താൽ മതി. കണ്ടോ, മുകളിലത്തെ ഏരിയയിൽ നമ്മൾ ബ്രൗൺ കൊടുത്തു. ഇനി ഒരു 5 to 10 minutes നമുക്ക് ഒരു 5 minutes വേണമെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഫോർ 5 minutes. ഞാൻ ബ്രൗൺ ഇനീഷ്യലി ചെയ്തത് വീഡിയോയിൽ വന്നിട്ടില്ല, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇത് ബാക്കി എല്ലാം ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ഈ ബ്രൗണും ചെയ്തിരിക്കുന്നത്. സോ പതുക്കെ വെള്ളം തൊട്ട് ഈ ബ്രൗണിൽ പതുക്കെ ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് വെള്ളമാവാതെ നോക്കണം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പാടാണ്. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പോൾ 160 GSM-ലൊക്കെ ചെയ്യുമ്പോൾ ഇതുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ആക്കുമ്പോൾ പൊടികൾ വരുന്നുണ്ട്, അതുപോലെയൊക്കെ വരും. പക്ഷേ അത് വാട്ടർ കളർ ആയതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും നമ്മൾ വാട്ടർ കളർ ബേസ്ഡ് പേപ്പേഴ്സ് ഉണ്ട്, ലെറ്റ്സ് ഇഗ്നോർ ഇറ്റ്. അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. വാട്ടർ കളർ പെയിൻറ്റിങ്സിലേക്കൊക്കെ ഷെയ്ഡിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് മാർക്കറാണ്, ക്യാംലിൻ്റെ ഫൈൻ ടിപ്പ് പെർമനൻറ്റ് മാർക്കറാണ്. അതെല്ലാ ഷോപ്സിലൊക്കെ കിട്ടും. സാധാ CD മാർക്കറിന് ചോദിച്ചാൽ മതി, അത് കിട്ടും. അല്ലാത്തവർ ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചാലും മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഇനി ഫ്ലോറൽസും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ സെൻറ്ററിൽ നമ്മളിതിവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കുത്തു കൊടുക്കുന്നുണ്ട്, ചുമ്മാ ഒരു ചെറിയ ബ്ലാക്ക് കുത്തിട്ട്. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ കാണിച്ചു തന്നിരുന്നില്ലേ, നമ്മുടെ ഞാനൊരു ക്ലോക്ക് റീസൈക്കിൾ ചെയ്ത് ആ സെയിം പ്രിൻറ്റ് ഡിസൈനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ സെൻറ്ററിൽ കൊടുത്തു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കോർണറിനാണ്. ഈ ഒരു കോർണറിന് ഞാൻ ആദ്യം ഇങ്ങനെ വരച്ചു. ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോകണം കേട്ടോ. ഈ പെയിൻറ്റിങ്സിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ മോട്ടീഫ്, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മോട്ടീഫുകളിൽ പറഞ്ഞതില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഡയറക്ഷനിൽ വരയ്ക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ആംഗിളിലാണോ വരയ്ക്കാൻ പറ്റുന്നത് ആ ആംഗിളിൽ അത് വരച്ചോ മതി. നമുക്ക് ഇത്രയായി. ഫസ്റ്റ് ലെയർ നമ്മൾ വരച്ചു. ഇനി ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ഇത് വരച്ചു. ഇനി ഇപ്പുറത്തും കൂടെ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നിന്ന് ഇവിടെ യെല്ലോൻ്റെ കുറച്ച് താഴെ നിന്നാണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. യെല്ലോൻ്റെ സ്റ്റാർട്ടിങ് അടിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ സെൻറ്ററിൽ വന്നിട്ട് ഇത് അവസാനിക്കുന്ന പോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. അതിന് നമ്മൾ വാട്ടർ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും ഈ ഒരു പർട്ടിക്കുലർ പ്രിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ ഒരു എൻഡാണ്. ഈ എൻഡിൽ കൊടുക്കുമ്പോഴും നമ്മൾ കൊണ്ടുവന്നു. കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഫ്രീ ഹാൻഡിൽ വരയ്ക്കാൻ നോക്കുക. പെൻസിൽ കൊണ്ടല്ല, നിങ്ങൾ ആദ്യത്തെയൊക്കെ ഇത്തിരി വളഞ്ഞൊക്കെ പോയാലും പ്രശ്നമില്ല. മാക്സിമം പെന്നുകൊണ്ട് തന്നെ. നമുക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യണമെങ്കിൽ കുറച്ച് നമ്മൾ ഇത് നോക്കണം, സ്വന്തമായി വരച്ച് നോക്കണം. ഞാൻ ഇങ്ങനത്തെ ഒരു പ്രിൻ്റും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പൂവായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇവിടെ ഇത്തിരി ഗ്യാപ്പ് തോന്നുന്നുണ്ട്. ഞാനപ്പോൾ ഓവർ ക്ലട്ടേർഡ് ആക്കണ്ടെന്ന് പറഞ്ഞ് ഇത്രയും വരച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഫില്ലിംഗ് ആണ് അടുത്ത് നോക്കേണ്ടത്, അത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചു, ബാക്കിയുള്ളതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. തൊട്ട് നോക്കി നമുക്കറിയാം. പിന്നെ ഞാൻ ബ്ലാക്ക് എടുക്കുകയാണ്.
ബ്ലാക്ക് എടുത്തിട്ട് ഫില്ല് ചെയ്യുമ്പോൾ അധികം വാട്ടർ വരരുത്. നമ്മളെപ്പോഴും ഫില്ലിങ് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ നമ്മുടെ ബ്രഷിൽ അധികം വെള്ളം ഇല്ല, അതായത് ഈ പൂക്കളുടെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കോർണറിലെ ഫ്ലവറിനാണ്, ഐ മീൻ ലീഫ് എന്നാണ്. അപ്പം ഞാനിത് ഇങ്ങനെ പതുക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊണ്ടുവരാം. ഇത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് സ്കെച്ചോ ഏത് കളറാണ് നിങ്ങൾക്ക് ഭയങ്കര കയ്യിൽ നിങ്ങൾക്ക് ഒതുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ളത് അത് യൂസ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. കണ്ടോ, ഞാനിപ്പോൾ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഡിപ്പ് ചെയ്യുമായിരുന്നു. ഇത്തവണ ഞാൻ വെള്ളം ഡിപ്പ് ചെയ്യുന്നേ ഇല്ല, കാരണം നമുക്കിതിൽ നല്ല കട്ടിയിലുള്ള പെയിൻറ്റാണ് വേണ്ടത്. കാരണം നമ്മൾ അടിയിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്ന പെയിൻറ്റിൻ്റെ മുകളിൽ കൂടെ വരുമ്പോൾ അവിടെ ഒരു സ്പേസ് ഒന്നും വരാൻ പാടില്ല, അല്ലെങ്കിൽ അടിയിൽ കൂടെ ആ കളർ കാണാനൊന്നും പാടില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം വെള്ളം ടച്ച് ചെയ്യാതെയാണ് ഇവിടെ എസ്പെഷ്യലി ഈ ഒരു ഏരിയ നോക്കുക. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഗ്രീനിൻ്റെ മുകളിൽ കൂടെ പോകും, പക്ഷേ ആ ഗ്രീനിന് അത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അത് വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ ആ ഗ്രീൻ അവിടെ ഡിസ്റ്റർബ്ഡ് ആവും, പിന്നെ ഗ്രീനും ഈ ബ്ലാക്കും കൂടെയൊക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് അവിടെ വരും. ഇപ്പോൾ ചെയ്യുമ്പോൾ കണ്ട ഹാർഡായിട്ടുള്ള ഗ്രീനാണ് വരുന്നത്. ഒരെണ്ണം നമ്മൾ ഫില്ല് ചെയ്യും. ഇനി നമ്മൾ അടുത്ത ഈ ഒരു ചെറുത് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പറ്റുമെങ്കിൽ ഈ നല്ല ഷാർപ്പായിട്ട് വരണമെങ്കിൽ ഇവിടെ പിടിച്ചാൽ മതി. ഇനീഷ്യലി നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഒരു പോയിന്റിൽ പിടിക്കുക ബ്രഷിൻ്റെ, അത് ഏത് ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിലും. അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഷേപ്പിൽ വരാൻ എളുപ്പമായിരിക്കും. കാരണം ഇത് ആകുമ്പോൾ കുറച്ചുകൂടെ അടുത്തല്ലേ, ആ ഒരു സ്റ്റേർഡായിട്ട് നമുക്കിത് പിടിച്ച് നമുക്ക് എവിടെ നിർത്തണോ അവിടേക്ക് നിർത്താൻ അതിനെ പറ്റും. പോയിൻറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ പോയിൻറ്റ് ബ്രഷ്, അല്ലെങ്കിൽ ബ്രഷ് നമ്പർ 3 ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഇന്ന് അതൊന്നും എടുക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ചധികം ദിവസം എക്സ്റ്റെൻഡഡ് ആയിപ്പോയി. ഇവിടെ കൊച്ചിയിൽ എൻ്റെ സ്റ്റുഡിയോയിലാണ് ബാക്കിയുള്ള ബ്രഷൊക്കെ, ഞാനത് എടുക്കാൻ വിട്ടുപോയതാണ്. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഉള്ള ബ്രഷ് കൊണ്ട് ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഏതൊരു പോയിൻറ്റ് ബ്രഷ് കൊണ്ട് ചെയ്യുക. പോയിൻറ്റ് ബ്രഷ് കൊണ്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും തീരാൻ, കാരണം ചെറിയ നിബാണല്ലോ. അല്ലെങ്കിൽ ബ്രഷ് നമ്പർ 3 യൂസ് ചെയ്താൽ മതി. 3ലും നമുക്ക് നന്നായി ഇതുപോലത്തെയൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഫില്ലിങ്സ് ഒക്കെ കൊടുക്കാൻ, അത് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹാൻഡിനൊക്കെ നിങ്ങൾക്ക് സ്ട്രോങ് വേണം. ഐ മീൻ നമ്മൾ വിചാരിച്ചെടുത്ത് ബ്രഷ് കൊണ്ടുപോകാനും നിർത്താനും പറ്റണം. നമുക്ക് ആദ്യം ഇങ്ങനത്തെ എളുപ്പമുള്ളതെല്ലാം പഠിച്ചിട്ട് പിന്നെ വലിയ വലിയ പെയിൻറ്റിങ്ങുകളിലേക്കൊക്കെ പോവാം. നമ്മൾ മ്യൂറലായാലും ഈവൻ കേരള മ്യൂറൽ നമ്മൾ ചെയ്യും. അതും കുറേയൊക്കെ ആർട്ടിസ്റ്റുകൾ കേരള മ്യൂറലൊക്കെ വലിയ വലിയ ഇമേജൊക്കെ നമുക്ക് ട്രേസ് ചെയ്തിട്ടൊക്കെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ആദ്യം ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പഠിക്കും, എന്നിട്ടേ നമ്മൾ വലിയ പെയിൻറ്റിങ്ങുകൾ
മാക്സിമം നമ്മളെ കൊണ്ട് ഫ്രീ ഹാൻഡ് വരയ്ക്കാൻ പറ്റുന്നതൊക്കെ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വരയ്ക്കണം എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ട്രേസിങ് മെത്തേഡിലേക്കൊക്കെ പോവുള്ളൂ, കേരള മ്യൂറലൊക്കെ കേട്ടോ. ബാക്കി മധുബാനി, കലംകാരി ഉള്ളതൊക്കെ നമുക്ക് മാക്സിമം ഫ്രീ ഹാൻഡിൽ തന്നെ നമുക്ക് സ്വന്തമായി വരയ്ക്കാൻ പഠിപ്പിച്ചു തരാം. ഞാൻ ഇതും കൂടെ ഫില്ല് ചെയ്യാണ്. അടുത്ത ചെറിയ ഫ്ലവർ നമ്മൾ ചെയ്തില്ല, ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഫില്ല് ചെയ്യാനുള്ളൂ. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരൊറ്റൊരെണ്ണം ബാക്കിയുള്ളൂ. പിന്നെ ബ്രഷ് ഒരുപാട് ഡ്രൈ ആയി എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കിവിടെ യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി എൻ്റെ ബ്രഷ് ഡ്രൈ ആയ പോലെ തോന്നില്ല. അപ്പം ഞാൻ ഒരു ചെറിയൊരു ഡ്രോപ്പ് ഓഫ് വാട്ടർ അതിലേക്ക് ആക്കുന്നുണ്ട്, കാരണം കുറച്ചധികം ഡ്രൈ ആയ പോലത്തെ ഒരു ഫീല് വന്നു. ബ്രഷ് കുറേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, വെള്ളമില്ലാതെ യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ഒരിത്തിരി വെള്ളം ആക്കാവും, പൊടിക്ക് കുറച്ച് കേട്ടോ. ഇപ്പോൾ വീണ്ടും വെള്ളം ആക്കിയപ്പോൾ ഇത്തിരിയും കൂടെ സ്മൂത്തായിട്ട് എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ പെയിൻറ്റിങ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആസ് എ ഹോൾ ടോട്ടൽ ഒരു ബോഹോ പെയിൻറ്റിങ്. കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതാണിത്. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ.